പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ യാത്ര ഇന്ന് റോക്ക് ഗാർഡനിലേക്കാണ്. ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡനിലേക്ക്. പാഴ്വസ്തുക്കൾ കൊണ്ട് കൊട്ടാരം പണിത നേക് ചന്ദ് സൈനിയുടെ സാമ്രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് നാം ഇന്ന്. ചണ്ഡീഗഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ റോഡ് ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം. ബാല്യകാലം മുതൽ തന്നെ കലാഭിരുചിയുണ്ടായിരുന്ന അദ്ദേഹം തന്റെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യാനം അനധികൃതമായി നിർമ്മിച്ചത്. പൗരാണിക രാജകൊട്ടാരങ്ങളുടെ മാതൃകയിലാണ് ഈ ഉദ്യാനത്തിന്റെ നിർമ്മിതി. കൗതുകവും ഭ്രമകാത്മകതയും ഒരുമിച്ച് ചേരുന്ന അതിസുന്ദരമായ ഒരിടമാണ് ഇത്. ഈ അനധികൃത നിർമ്മിതി ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് അധികൃതരുടെ ശകാരത്തിനിടയാക്കിയെങ്കിലും കലാമൂല്യവും സംസ്കാരത്തിന്റെ ഉന്നമനത്തിനായുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും പിന്നീട് അംഗീകരിക്കപ്പെട്ടു. ഏകദേശം 16 വർഷമെടുത്താണ് ഈ ഗാർഡന്റെ നിർമ്മിതി. 1976 ഈ നിർമ്മിതി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഏകദേശം 40 ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന ഈ നിർമ്മിതി കലയും പ്രകൃതിയും എങ്ങനെ സംഗമിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ോടനുബന്ധമായുള്ള ആംബി തിയേറ്ററിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഈ ആംബി തിയേറ്റർ. അർപ്പണബോധമുള്ള മനുഷ്യന് എന്തും സാധ്യമാണല്ലോ. നേക് ചന്ദ് ജി അത് നമുക്ക് ഇവിടെ കാട്ടിത്തരുന്നു. ഈ പാർക്കിനോട് അനുബന്ധമായി ലാഫിംഗ് മിറർ, അക്വേറിയം, ഡോൾ മ്യൂസിയം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്നതാണ് ലാഫിംഗ് മിറർ. കണ്ണാടിയിൽ വിരിയുന്ന രൂപഭാവങ്ങൾ ആരെയും അതിശയിപ്പിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്യും. ഹരിയാനയുടെ തനത് സൗന്ദര്യത്തെ വിളിച്ചോതുന്നതാണ് ഇവിടുത്തെ ഡോൾ മ്യൂസിയം. ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകുകയില്ല. ഉപയോഗശൂന്യമായ സാധനങ്ങൾ കലാമൂല്യമുള്ളവാക്കിയിരിക്കുന്നു നേക് ചന്ദ് ഇവിടെ. പുനരുപയോഗം എന്നാൽ മാലിന്യങ്ങളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണല്ലോ. എന്നാൽ ഇവിടെ അത് കലയായി ആവിർഭവിക്കുന്നു. വളപ്പൊട്ടുകളാൽ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന യോദ്ധാക്കളുടെ ഒരു നീണ്ട നിര ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ മയിലുകൾ, മാനുകൾ മുതലായ ജീവികളും. ഭാരതം പത്മശ്രീ നൽകിയ അദ്ദേഹം 2015 നമ്മളോട് വിട പറഞ്ഞു. ചിന്തകൾ കർമ്മത്തിൽ വാർത്തെടുക്കുമ്പോഴാണല്ലോ സൃഷ്ടികൾ ഉണ്ടാകുന്നത് എങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഇടം. കണ്ടിറങ്ങുമ്പോൾ നേക് ചന്ദിന് എൻ്റെ മനസ്സിൽ രാജാവിൻ്റെ സ്ഥാനമാണ്. സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ രാജാവിൻ്റെ കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോഴാണ് ഐസ് ഗോല കഴിക്കാനുള്ള ആഗ്രഹം വന്നത്. കേരളത്തിൽ ഇത് അത്ര പ്രചാരത്തിൽ ഇല്ലാത്തതാണല്ലോ. നമ്മുടെ നാടൻ ഭാരതീയ ഐസ്ക്രീം അത് കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര വീണ്ടും ആരംഭിക്കുന്നു. വിരസമായ എൻ്റെ സമയം കലാമൂല്യമുള്ളതാക്കി മാറ്റാനുള്ള എൻ്റെ എളിയ ശ്രമം വിജയിച്ചു എന്ന് ഞാൻ കരുതട്ടെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കുകളും കമൻറ്റുകളും ചെയ്യുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.